ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകുവാനായി ഉറച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുവാദം ബലപൂർവം തന്നെ വാങ്ങിയെടുത്ത് കൈകേയി മാതാവിൻ്റെ കൂടി അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ചേർന്ന് അന്തഃപുരത്തിൽ നിന്നിറങ്ങി ദശരഥ മഹാരാജാവിൻ്റെ പട്ടമഹിഷികളായിട്ടുള്ള മറ്റ് അമ്മമാരെല്ലാം ശ്രീരാമഭദ്രൻ്റെ ആ ഒരു വേർപാട് സഹിക്കാൻ പറ്റാതെ സർവരും ആർത്തനാദം മുഴക്കും. ആ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ ഒരിടത്ത് വച്ച് ശ്രീരാമഭദ്രൻ നേരെ അമ്മയായ കൗസല്യ മാതാവിൻ്റെ സമീപത്തേക്ക് ചെല്ലും. അമ്മയാണെങ്കിൽ തൻ്റെ മകൻ യുവരാജാവാകുന്നു എന്ന ആ വാർത്ത കേട്ട് ഇന്നാണ് അഭിഷേകം എന്നുള്ളത് കൊണ്ട് ആ രാത്രി മുഴുവൻ വ്രതോപാസനകളും മകന് വേണ്ടിയിട്ടുള്ള പൂജാകർമ്മങ്ങളും എല്ലാം ചെയ്ത് ദേവതോപാസനയ്ക്ക് പ്രത്യേകിച്ചും താൻ ആരാധിക്കുന്ന അച്യുതന്, സാക്ഷാൽ ചതുർബാഹുവിന്, നാരായണന്, ആ മഹാവിഷ്ണുവിന്, പ്രപഞ്ചപരിപാലകന് എല്ലാ ദ്രവ്യങ്ങളും സമർപ്പിച്ച് ആ അമ്മ ധ്യാനമഗ്നയായൊക്കെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ കുഞ്ഞ് വന്നു എന്നറിഞ്ഞത്. എങ്ങനെയാണോ ഒരു പശുക്കിടാവിൻ്റെ സമീപത്തേക്ക് പശു അമ്മ ഓടിച്ചെല്ലുന്നത്, അതേപോലെ തൻ്റെ കുഞ്ഞിൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. രാമൻ ഈ സമയത്താണ് അച്ഛൻ കൈകേയി അമ്മയ്ക്ക് കൊടുത്ത ആ വാക്കും, താൻ വനവാസത്തിനാണ് പോകുന്നത്, കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് അമ്മയോട് പറഞ്ഞു. കൗസല്യ വാവിട്ട് കരഞ്ഞ് ബോധമൊക്കെ നഷ്ടപ്പെട്ട് താഴെ പതിച്ചു. മകൻ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്വാസവചനങ്ങൾ ഓതി. ഈ സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത്, കഴിഞ്ഞുപോയ കാലത്തിൽ തനിക്ക് കിട്ടാത്തതും നഷ്ടപ്പെട്ടതുമായ സൗഭാഗ്യങ്ങളെ എല്ലാവരും വിളിച്ചു പറയുന്നത് പോലെ കൗസല്യ തൻ്റെ മനസ്സ് തുറക്കുകയാണ് മകൻ്റെ അടുത്ത്. എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്നൊരു പരിഗണന കിട്ടിയിട്ടില്ല, അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിട്ടില്ല, ശുശ്രൂഷിച്ചിട്ടില്ല. ഒരു മകൻ ജനിക്കുന്നത് വരെ ഒരു മകൻ വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാ ഉപവാസാദി ഈശ്വരോപാസനയും ഒക്കെ ഞാൻ ചെയ്തു. അങ്ങനെ എനിക്ക് നല്ലൊരു പുത്രൻ ജനിച്ചു. പക്ഷെ മക്കൾ ഉണ്ടായിട്ട് വേർപെട്ടു പോകുന്നതിൻ്റെ വേദന അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ വീണ്ടും വീണ്ടും മകനോട് വനവാസത്തിന് പോകാൻ സമ്മതിക്കില്ല എന്ന കാര്യകാരണ യുക്തം തൻ്റെ മകനോട് പറഞ്ഞു. പൈതലിനെ വേർപെട്ട പശുവിൻ്റെ വേദനയൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല രാമ എന്നും പറഞ്ഞു. മക്കൾ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൂ, ഉണ്ടായിട്ടും ഈ തീ തിന്നുന്ന, ഈ വിഷമം സഹിക്കുന്ന, അതൊരു വലിയ കഷ്ടമാണ്. ജീവിതത്തിൽ ഏറ്റവും വിഷമം എപ്പോ എന്നൊരു ചോദ്യം രാജഗന്ധി എന്ന് പറയുന്നൊരു നോവലുണ്ട്. തൂലികാനാമമാണ് രേവതി എന്നുള്ളത്. ആ രാജഗന്ധി നോവൽ വ്യാസന്റെ ജീവചരിതമാണ്. വ്യാസഭഗവാന്റെ ജീവചരിതത്തെ ഒരു നോവലിൽ ആവിഷ്കരിച്ച് ആ എഴുത്തുകാരൻ പറയുകയാണ്, വ്യാസന്റെ കുഞ്ഞിക്കാലം, വ്യാസൻ ജനിച്ചതൊരു ദ്വീപിലാണ്, അതുകൊണ്ട് തന്നെ ദ്വൈപായനനാണ് ആ കുഞ്ഞ്. ദീപു എന്ന് കുട്ടിക്കാലത്ത് അമ്മ വിളിച്ചിട്ടുണ്ട്. കൃഷ്ണപക്ഷത്തിൽ ജനിച്ചതുകൊണ്ട്, ദ്വീപിൽ ജനിച്ചതുകൊണ്ടും അവൻ കൃഷ്ണ ദ്വൈപായനനായി, അതായത് കറുത്തവനായി എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയുള്ള ആ കുഞ്ഞ് പരാശരൻ നല്ല ഒരു മുഹൂർത്തം വന്ന സമയത്താണ് കടത്തുകാരിയായ സത്യവതിയിൽ വേദാംഗ ജ്യോതിശാസ്ത്ര പാരംഗതനായിട്ടുള്ള ആ പരാശരന് ആ സമയത്തൊരു സൃഷ്ടി നടന്നാൽ വിശാല ബുദ്ധിയും ലോകഗുരുസ്ഥാനും അലങ്കരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം.
ജ്യോതിശാസ്ത്ര നക്ഷത്രങ്ങളെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിലെ അത്ഭുതമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അറിയുന്ന ജ്യോതിശാസ്ത്ര പാരംഗതനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ആ സമയത്ത് സത്യവതിയിൽ അദ്ദേഹം ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്നത്. അതൊരിക്കലും ഒരു കാമപൂരണമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഈ സമയം വലിയ ഒരു സൃഷ്ടിക്കുള്ള സമയമാണ്. അങ്ങനെയാണ് ആ കുഞ്ഞ് ജനിച്ചത്. ജനിച്ച ആ കുഞ്ഞിനെ അദ്ദേഹം തൻ്റെ സത്യവതിയോട് പറയുന്നുണ്ട്, നിനക്ക് കന്യകാത്വം സ്ഥിരമായി നിലനിൽക്കും എന്ന് പറഞ്ഞാൽ മുലയൂട്ടേണ്ടി വരില്ല എന്നായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുലയൂട്ടുന്നതിലൂടെയാണ് സ്ത്രീ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ കന്യകയായിരിക്കും. ഇവന് 4 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ഞാൻ വന്ന് കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ പരാശരന്റെ വാക്കുകൾ കേട്ട് സത്യവതി വിവാഹം പോലും കഴിയാത്ത പെൺകുട്ടി ആ കുഞ്ഞിനെ വളർത്തി. ആ കുഞ്ഞിൻ്റെ 4 വയസ്സ് തികയുകയാണ്. അന്ന് നാളെ അച്ഛൻ വരും. പരാശരൻ വന്ന് ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകും. കുഞ്ഞിന്റെ മനസ്സിൽ നാളെ ഞാൻ കാണാൻ പോകുന്ന ഒരു ലോകത്തെക്കുറിച്ച് വലിയ അത്ഭുതം, സന്തോഷമുണ്ട്. നാളെ ഞാൻ ഈ വിശാലമായ ലോകത്തിലേക്ക് പോകുകയാണ്, അച്ഛനെ കാണുകയാണ്, അച്ഛനിൽ നിന്ന് അറിവുകൾ നേടാൻ പോകുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ അന്ന് രാത്രി നിലാവുള്ള ആ സമയത്ത് ആ കടൽ തീരത്ത് ഓടിക്കളിക്കുകയാണ് കൊച്ചുമകൻ. അമ്മ ഒരു മണലിൽ ഒരു തോണിയോട് ചേർന്നിരുന്ന് ഓടിക്കളിക്കുന്ന തൻ്റെ പിഞ്ചു പൈതലിനെയും നോക്കിയിരിക്കും തോറും നാളെ വേർപെട്ടു പോകാൻ പോകുന്ന ഈ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് സത്യവതിയുടെ കണ്ണു നിറഞ്ഞു. അവർ കരയുവാൻ തുടങ്ങി. അമ്മ കരയുന്നത് കണ്ടപ്പോൾ 4 വയസ്സുകാരൻ ഓടി വന്ന് അമ്മയുടെ കണ്ണുനീർ തുള്ളികൾ തുടച്ചു കൊടുത്ത് അവൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാ അമ്മ കരയുന്നേ? ഞാൻ നാളെ പോകുന്നതിലുള്ള വിഷമം കൊണ്ടാണോ? അമ്മയ്ക്ക് ഈ വേർപാടിന്റെ ദുഃഖം അതാണോ? അപ്പോൾ അമ്മ ഒന്നും മിണ്ടില്ല. ഈ സമയത്ത് 4 വയസ്സുകാരൻ അമ്മയോടൊരു ചോദ്യം ചോദിച്ചു, അമ്മ ലോകത്തിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ളത് എപ്പോഴാണ്, എന്താണ്? അപ്പോൾ അമ്മ തൻ്റെ ആ 4 വയസ്സുകാരനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, കുഞ്ഞെ, സ്നേഹം ദാനമായി നൽകിയവരുടെ വേർപാടാണ് ജീവിതത്തിൽ അത്യന്തം വേദനാജനകം. കുഞ്ഞെ, നമുക്ക് വേദനയുണ്ടാകുന്ന സന്ദർഭങ്ങൾ നിരവധി വന്നുപോകും ജീവിതത്തിൽ. പക്ഷെ അതൊക്കെ നാം മറക്കും. പക്ഷെ സ്നേഹം ദാനമായി നൽകിയവരുടെ വേർപാട് ജീവിതത്തിൽ അത്യന്തം വേദനാജനകമാണ്. അതുകൊണ്ട് നീ പോകുന്നത് എനിക്ക് വലിയ വിഷമമാണ്. അങ്ങനെയാണ് പിറ്റേ ദിവസം അച്ഛനായ പരാശരൻ വന്ന് ഈ കുഞ്ഞിനെ, ഈ വിശാലമായ ലോകത്തിന്റെ അറിവുകൾ മുഴുവൻ ആ കുഞ്ഞിലേക്ക് അവന്റെ സഹസ്രാരം തുറന്ന് അവനെ സാമൂഹ്യ വ്യക്തിത്വമായി മുനീനാം അപ്യഹം വ്യാസോ എന്ന് പറഞ്ഞ വിശാല ബുദ്ധിയായ ആ വ്യാസനെ നമുക്ക് ലഭ്യമാകുന്നത് അച്ഛൻ്റെ ഒരു കരുതലും അച്ഛൻ്റെ ഒരു വ്യക്തിത്വവും അതെല്ലാം ചേർന്നൊരു വിദ്യാഭ്യാസമുണ്ട്. ഈ ഭാഗ്യം കർണന് കിട്ടിയില്ല. കർണന്റെ ജനനവും ഇതേപോലെ തന്നെ. പക്ഷെ അവിടെ പരാശരൻ ചെയ്ത മര്യാദ സൂര്യൻ ചെയ്തില്ല. ഒരു പെൺകുട്ടി, ഒരു പിഞ്ചു ബാലിക, കൗതുകം മാത്രമുള്ള കൗതൂഹലത്തിന്റെ കൗമാരക്കാലത്ത് തനിക്ക് കിട്ടിയ ആ വരത്തിൽ ഒരു പരീക്ഷണം ചെയ്യുന്ന കൗമാരക്കാലം. കുന്തി തന്നെ പറയുന്നുണ്ട്, ആ ബാലിക പറയുന്നൊരു വാക്കുണ്ട് സൂര്യനോട്, അല്ലയോ സൂര്യദേവ ആദിത്യ, ഞാൻ മുനി എനിക്കൊരു മന്ത്രം തന്നു. ആ മന്ത്രത്തെ എൻ്റെ കൗതൂഹലം കൊണ്ട്, കൗതുകം കൊണ്ട് ഞാൻ ചൊല്ലിപ്പോയതാണ്. ബാലികയല്ലേ, എന്നോട് ക്ഷമിക്കണേ. പക്ഷെ ആ കുഞ്ഞിന്റെ വാക്കുകൾ കേട്ടില്ല. ആദ്യമായി തൻ്റെ അനുവാദമില്ലാതെ ഒരു പരപുരുഷൻ ആ പെൺകുഞ്ഞിന്റെ കയ്യിൽ കയറി പിടിച്ചു. അവൾ ആവുന്നതും പറഞ്ഞു നോക്കി. പക്ഷേ സൂര്യൻ അത് സമ്മതിച്ചില്ല. സൂര്യൻ പറഞ്ഞു, ബാലേ, ദുർവാസാവ് തന്ന മന്ത്രമൊക്കെ എനിക്കറിയാം. ഞാൻ വന്നത് എന്തായാലും വെറുതെ ആകില്ല. നിനക്കതുകൊണ്ടൊരു ഗുണമുണ്ടാകും. പക്ഷേ നീ കന്യകയായിരിക്കും എന്ന് പറഞ്ഞാൽ, വീണ്ടും ഞാൻ വിചാരിക്കുന്നു കന്യക എന്ന് പറഞ്ഞാൽ അവളിൽ മുലയൂട്ടേണ്ടി വരില്ല. ഇതൊക്കെ ആയിരിക്കാം. നീ അങ്ങനെ തന്നെ നിന്റെ ശരീരഘടന നിലനിൽക്കും. നീ പ്രസവിച്ചാലും ഒരു മാറ്റവും നിന്റെ ശരീരത്തിൽ വരില്ല എന്ന്.
ഈ സൂര്യൻ ഈ കുഞ്ഞിന്റെ ഉദരത്തിൽ ഒരു ജീവന്റെ തുടിപ്പും നൽകി സൂര്യൻ അങ്ങ് പോയി. പക്ഷേ ഈ കുഞ്ഞു വലുതാകുമ്പോൾ ഒരച്ഛൻ വളർത്തണം കുഞ്ഞുങ്ങളെ ഒരു പരിധി കഴിഞ്ഞാൽ. അത് അച്ഛൻ്റെ ധർമ്മമാണ്. അച്ഛൻ വളർത്തിയില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ചാപല്യവും ആ വളർത്ത് പ്രശ്നങ്ങളുമൊക്കെ ഈ കുഞ്ഞിനുണ്ടാകും. അമ്മ കുഞ്ഞിൽ വ്യക്തിത്വം രൂപീകരിക്കും. വൈയക്തിക സ്വഭാവ സവിശേഷതകളെല്ലാം അമ്മയിൽ നിന്ന് ലഭിക്കും. 4 വയസ്സ് 5 വയസ്സ് വരെ അമ്മയുടെ ധർമ്മമാണ് കുഞ്ഞുങ്ങളെ വളർത്തുക. അച്ഛൻ ഇടപെടരുത്. പക്ഷെ 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വളർത്തണം. അമ്മ പരമാവധി അച്ഛൻ്റെ പേരും പറഞ്ഞ് ഇടപെട്ടോളൂ. ദേ അച്ഛൻ വരുന്നുണ്ട്, പഠിച്ചോളൂ. അച്ഛൻ വരുന്നതിന് മുമ്പ് കുളിച്ചോളൂ. അച്ഛൻ വരുന്നതിന് മുൻപ് എല്ലാം ചെയ്തു തീർത്തോളൂ. അച്ഛൻ വരുമ്പോഴേക്കും കളിക്കാൻ പൊക്കോ, പക്ഷെ അച്ഛൻ വരുമ്പോഴേക്കും അവിടെ വരണം. അച്ഛൻ വരുമ്പോഴേക്കും കയ്യും കാലും മുഖവും കഴുകി ഭസ്മം ധരിച്ച് വിളക്കിന്റെ സമീപത്തിരിക്കണം. അച്ഛൻ്റെ പേരും പറഞ്ഞു മാത്രമാണ് നമ്മളെയൊക്കെ നമ്മുടെ അമ്മ വളർത്തിയത്. അല്ലാതെ അമ്മ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിലേക്കും കടന്നു കയറി ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ സ്നേഹവും അച്ഛൻ്റെ കരുതലും അച്ഛൻ്റെ വളർത്തലും ഉണ്ട് എങ്കിൽ നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയൂ? അച്ഛൻ വളർത്തേണ്ട പ്രായത്തിൽ അച്ഛൻ തന്നെ വളർത്തണം. അങ്ങനെ വളർത്തിയാൽ നമുക്ക് വിശാലമായൊരു വൃത്തത്തിൽ ചവിട്ടി നിന്ന് ലോകത്തെ അറിയുന്നൊരു കുഞ്ഞുണ്ടാകും. അമ്മ വളർത്തുമ്പോൾ വൈയക്തിക കാര്യങ്ങളൊക്കെ അമ്മ ശ്രദ്ധിക്കും. സത്യവുമാണ്. ശരീരത്തെ സംബന്ധിച്ച്, ശരീരവൃത്തിയെ സംബന്ധിച്ച് കുട്ടിക്കാലത്ത് കിട്ടേണ്ടതൊക്കെ അമ്മ കൊടുക്കും. പക്ഷെ അമ്മയ്ക്കൊരു സാമൂഹ്യ വ്യക്തിത്വം ഉണ്ടാക്കാൻ ആ കുടുംബകാര്യവും അതിൻ്റെ സുരക്ഷയും ഒക്കെ അമ്മ നോക്കും. പക്ഷെ അച്ഛൻ്റെ ധർമ്മം ഒരു 15-16 വയസ്സ് വരെ അച്ഛൻ്റെ കയ്യിൽ നിൽക്കണം കുഞ്ഞുങ്ങൾ. അച്ഛൻ അത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ആ വിശാലമായ നിൽപ്പുതറയിൽ അച്ഛൻ മാത്രമല്ല, നോക്കൂ, ഇവിടെ ഇരിക്കുന്ന മുതിർന്ന എല്ലാവരുടെയും വിദ്യാലയങ്ങളിൽ അന്ന് പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ അച്ഛനാണ് വന്നിട്ടുണ്ടാകുക, അമ്മയല്ല. അമ്മ കുഞ്ഞ് പഠിക്കുന്ന വിദ്യാലയം പോലും കണ്ടിട്ടുണ്ടാകില്ല. എൻ്റെ അമ്മ കണ്ടിട്ടില്ല. അച്ഛനാണ് വരിക. PTA മീറ്റിങ്ങിൽ അച്ഛൻ വരും. പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ അച്ഛൻ വരും. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സ്കൂളിൽ വന്ന് ടീച്ചറെ കാണുന്ന അച്ഛനാണ്. അച്ഛനും ടീച്ചറും തമ്മിൽ സംസാരിക്കും. അച്ഛൻ ഓരോ കാര്യങ്ങളും ചോദിക്കും. ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് അന്വേഷിക്കും. അവൻ്റെ ക്ലാസ്സിലെ വ്യവഹാരം എങ്ങനെയാണെന്ന് അച്ഛൻ അന്വേഷിക്കും. അവൻ എങ്ങനെ പഠിക്കാൻ എങ്ങനെയുണ്ട്, ക്ലാസ്സിൽ ടീച്ചറോട് സംസാരിക്കുന്ന രീതി എന്താ, ആ രീതിയും കാര്യങ്ങളുമൊക്കെ അച്ഛൻ മനസ്സിലാക്കി തൻ്റെ കുഞ്ഞിന് ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ ഒരു വൈകല്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അധ്യാപികയെ കുറ്റം പറയില്ല. തൻ്റെ കുഞ്ഞിനെ അച്ഛൻ കുഞ്ഞുപോലും അറിയാതെ അത് മാറ്റിയെടുക്കും. അച്ഛൻ ന്യായീകരണങ്ങൾ ആ അധ്യാപികയുടെ അടുത്ത് പറയാറില്ല. മറിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ ദോഷത്തെ മനസ്സിലാക്കി ആ കുഞ്ഞിനെ അച്ഛൻ നല്ല പരിശീലനം കൊടുക്കും. അച്ഛനായിരുന്നു വിദ്യാലയത്തിൽ പോകുന്നതും പഠനകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നതും വീട്ടിൽ പഠിക്കേണ്ട സമയസാരിണി തയ്യാറാക്കി കൊടുത്തതും ഒക്കെ അച്ഛനായിരുന്നു. അച്ഛൻ ചെയ്താൽ കുഞ്ഞുങ്ങൾ ചെയ്യില്ലേ? അച്ഛന് കുറച്ചൊരു കാർക്കശ്യമുണ്ട്, ഭയഭക്തി അച്ഛനോടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാമെന്നറിയൂ? കാലം കുറെ കഴിഞ്ഞു പോയപ്പോ അന്ന് അമ്മ ചെയ്തതൊക്കെ ഇന്ന് അച്ഛൻ ചെയ്യാണ്. അന്ന് അച്ഛൻ ചെയ്തതൊക്കെ ഇന്ന് അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അമ്മ എന്ത് ചെയ്തോ അതൊക്കെ ഇന്ന് അച്ഛൻ. എന്താ ശരിയല്ലേ? പണ്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിരുന്ന ആരാ? അമ്മ മാത്രം, മുത്തശ്ശി. കാരണം അമ്മയുടെ മൃദുലമായ കൈത്തലം കുഞ്ഞുങ്ങളുടെ ശരീരത്തിലൂടെ വ്യാപരിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഓരോ വളർച്ചയിലും ആ ഓരോ ശരീര സൗന്ദര്യത്തിലും അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ അമ്മ എന്ന് പറയുന്ന ഒരു ശില്പി, മുത്തശ്ശി എന്ന് പറയുന്ന ഒരു ശില്പിയുടെ കയ്യിൽ നിന്നാണ് ആ കരവിരുതുണ്ടാകുന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ കണ്ട് പലരും വിഷമിച്ചിട്ടുണ്ട്. ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത്, തലയൊക്കെ കുഴിഞ്ഞും മുഖമൊക്കെ ഒരു പ്രത്യേക രൂപത്തിൽ. ഈശ്വര, ഇതിന് ഇങ്ങനെ കിട്ടാനാണോ ഞാൻ ഈ 10 മാസം ഈ വിഷമമൊക്കെ സഹിച്ചത്? അതൊന്നുമല്ല. അത് കഴിഞ്ഞ് എണ്ണയിട്ട് മുത്തശ്ശി ഒരു രൂപപ്പെടുത്തലുണ്ട്. എന്തൊരു ഭംഗിയാ ഓരോ അവയവവും കാണാൻ.
അമ്മയുടെ മൃദുലമായ കൈത്തലമാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയെ കൂടുതൽ കൂടുതൽ സഹായിക്കുന്നത്. അച്ഛന്റെ കഠിനമായ കരുത്തുള്ള ആ കാടൻ കൈ കൊണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തൊടരുത്. പക്ഷെ ഇന്ന് ആരെ കുളിപ്പിക്കുന്നേ? നമ്മളൊക്കെ സ്വന്തം തുല്യമല്ലേ വീട്ടിൽ? അതെ, നിങ്ങൾ കുളിപ്പിക്കൂ. അച്ഛന്റെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ കൊടുക്കരുത്, ദയവ് ചെയ്ത്. അമ്മ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം. അപ്പോൾ അന്ന് അമ്മ ചെയ്ത ആ പ്രവൃത്തി ഇന്നാരാ ചെയ്യുന്നേ? അന്ന് അമ്മ കൊടുത്ത മുലപ്പാൽ കുടിച്ചു വളർന്ന കുഞ്ഞ് ഇന്ന് അച്ഛൻ കൊടുക്കുന്ന കുപ്പിപ്പാലും കുടിച്ചായിരിക്കുന്നത്. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നോക്കൂ. അച്ഛനാണ് കുഞ്ഞിന് കുപ്പിപ്പാലൊക്കെ, അത് മൂക്കിലാണോ വായലാണോ എവിടെ കുത്തറേന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അമ്മ തന്നെ കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ, ഈ പ്രത്യേകമായ ചെറിയ പ്രായത്തിൽ മുലപ്പാൽ തന്നെ കുടിക്കണം. അത് ചുണ്ടിന്റെ ഘടന ശരിയാവും, കവിളൊക്കെ ശരിയാവും. കുപ്പിപ്പാലും അമ്മയുടെ മുലപ്പാലും കുടിക്കുന്നതിന്റെ ഒരു ശാസ്ത്രമുണ്ട്. കുഞ്ഞിന്റെ ശരീരം, കുഞ്ഞിന്റെ ചുണ്ട്, ഇതെല്ലാം രൂപാന്തരപ്പെട്ടു വരണമെങ്കിൽ അമ്മയുടെ മുലപ്പാൽ തന്നെ കുടിക്കണം. അമ്മയുടെ മുലപ്പാലിന്റെ ആകൃതിയും രൂപവും അല്ല ആ കുപ്പിപ്പാലിന്. ആ ഭാഗം കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ ചുണ്ട് മാറും, മുഖം മാറും. കുപ്പിപ്പാല് കൊടുക്കല്ലേ, മുലപ്പാല് കുടിക്കട്ടെ. അതിൽ കുഞ്ഞിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം അതിലുണ്ട്. അത് കുടിക്കുമ്പോഴുള്ള ചുണ്ടിന്റെ ആ വ്യായാമവും ഒരു കുപ്പിപ്പാൽ കുടിക്കുമ്പോൾ ചുണ്ടിന്റെ ഭാവവും രണ്ടും രണ്ടാണ് അല്ലേ? കുഞ്ഞുങ്ങൾക്ക് അമ്മ കൊടുക്കുന്ന മുലപ്പാൽ തന്നെ 1 വയസ്സ് 1.5 വയസ്സ് വരെയൊക്കെ കുഞ്ഞു കുടിക്കട്ടെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ആ കുഞ്ഞിന് ആ ഭാഗ്യം വേണം. പക്ഷെ ഇന്നതല്ല. പണ്ട് അച്ഛനാണ് കുഞ്ഞുങ്ങളെ തല്ലുക അല്ലേ? വടിയൊക്കെ എടുത്ത് അച്ഛനല്ലേ അടിക്കുക? അമ്മ പണ്ട് തല്ലില്ല. കുഞ്ഞ് എന്ത് വികൃതി കാണിച്ചാലും പാവം അമ്മ തന്റെ നെഞ്ചത്തിട്ട് 4 തട്ട് തട്ടും, തലയിലൊക്കെ ഇട്ട് അമ്മയെ തന്നെ ഉപദ്രവിക്കും. അപ്പൊ കുഞ്ഞിന് വലിയ വിഷമാവും. എന്നാലും അമ്മ കുഞ്ഞുങ്ങളെ തല്ലില്ല. പണ്ട് അച്ഛൻ മക്കളെ തല്ലുമ്പോൾ അതിന്റെ ഇടയിൽ കയറി നിന്ന് അമ്മ 2 തല്ലൊക്കെ വാങ്ങും. മക്കളുടെ കയ്യിലും ഉണ്ടാവും 2 അടി കിട്ടിയ ആ ഒരു പാട്, അത് അമ്മയുടെ കയ്യിലുണ്ടാവും. പാവം അമ്മയാണ് അതിന്റെ ഇടയിൽ കയറി നിന്ന് തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാനുണ്ട്, എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ വിളിച്ചു കരയുന്ന എൻ്റെ അമ്മ എന്നെ സഹായിക്കാൻ വരും. ഒരു തള്ളക്കുഞ്ഞ് ചിറകുകൾ വിടർത്തി തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കാൻ വരും. കാരണം അന്ന് തല്ലിയിരുന്നത് അച്ഛനാണ്. ഇന്ന് ആരാ തല്ലുന്നേ? ഇനി ആരാ അവരെ രക്ഷിക്കാനുള്ളേ? പണ്ട് അമ്മ പറയും അച്ഛനിങ്ങ വരട്ടെ നിന്നെ ശരിയാക്കി തരാം. ഇന്ന് അച്ഛൻ പറയും അമ്മ ഇങ്ങ വരട്ടെ നിനക്കൊന്ന് 2 പൊള്ളിക്കെന്ന് നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ഇന്ന് ആരാ തല്ലുന്നേ? ഇന്ന് കുട്ടികൾക്ക് ഒരു ആശ്വാസം ആരാ സത്യത്തിൽ? അച്ഛനാണോ അമ്മയാണോ? അച്ഛനാണ്. അമ്മയുമായി കുഞ്ഞുങ്ങൾ പലരും ചേരുന്നില്ല. കാരണം സ്ഥാനത്തും അസ്ഥാനത്തും കുഞ്ഞുങ്ങളെ കഠോരമായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ഇന്നൊരു അമ്മ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു രീതി, ഞാൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ സർവ്വകാര്യത്തിൽ അങ്ങ് കയറി ഇടപെടണം. അച്ഛൻ പറയുന്നൊന്നും മിണ്ടാതിരിക്കുക. ഇങ്ങനെ കുഞ്ഞുങ്ങളെ എന്തിനാ നീട്ടി ഈ വഴക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ? ആയിട്ടുണ്ടോ? അച്ഛൻ ഒന്ന് നോക്കിയാൽ മതി, അച്ഛന്റെ നോട്ടം മതി. പക്ഷെ അച്ഛൻ ഞാനൊരു പിതൃഭാവമുള്ള അച്ഛനാണ് എന്ന നിലവാരം ആൺകുട്ടികൾ കാണിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ അച്ഛൻ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അച്ഛൻ തല്ലൂ, അമ്മ തല്ലരുത്. ഒരാൾ തല്ലണം, മറ്റേയാൾ തല്ലോടണം. 2 പേരും കൂടി തല്ലിയാൽ പിന്നെ എന്താ ചെയ്യുക കുഞ്ഞുങ്ങൾ? അവരാരോടാ വിഷമം പറയുക? വിഷമം പറയേണ്ടത് എപ്പോഴും അമ്മയോടായിരിക്കണം. അമ്മ എപ്പോഴും എനിക്ക് അടുത്ത് ചെല്ലാൻ പറ്റുന്ന ഒരാളാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നണം. സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ ഏത് സമയത്തും എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലാം എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ അമ്മമാർ സ്നേഹമസൃണമായി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം, തള്ളിക്കളയരുത്. മക്കളെ മടിയിൽ പിടിച്ചിരുത്തി അതിൻ്റെ ആനന്ദം അനുഭവിക്കണം. മക്കളെ മടിയിൽ നിന്ന് ഇറക്കി വിടരുത്, ചേർത്ത് പിടിക്കണം അവരെ. അമ്മ ചേർത്ത് പിടിച്ചാൽ ഒരു കുഞ്ഞും ഈ ലോകത്ത് നിന്ന് പോകില്ല. അതുകൊണ്ട് നമുക്ക് നല്ല അമ്മ വേണം. മമ്മി ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും. മക്കളുണ്ടായാൽ വീണ്ടും പറയട്ടെ, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്.
നിന്നിൽ ഇനി പൂർണ്ണമായും വികസിച്ച് നിൽക്കേണ്ടത് അമ്മ എന്ന ഭാവമായിരിക്കണം, ഭാര്യയും കാമുകിയുമല്ല. എന്നിൽ ഏറ്റവും കൂടുതൽ വികസിക്കേണ്ടത് ഒരു പിതൃഭാവമാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടി വീട്ടിലെ അന്തരീക്ഷവും സാഹചര്യവും ബോധപൂർവം മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ഭാഷ, നമുക്ക് ദേഷ്യം വരും, തീർച്ചയായും വരും. പക്ഷെ മക്കളുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ കഠോരമായി സംസാരിക്കരുത്. പ്രത്യേകിച്ച് മക്കൾ അച്ഛനമ്മമാരോട് നമുക്കും പല വ്യക്തിപരമായ ദേഷ്യങ്ങളൊക്കെ വരും. പക്ഷെ സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് ഒരു മകളും മകനും അച്ഛനമ്മമാരോട് കാർക്കശ്യത്തോടെയോ കർണകഠോരമായോ സംസാരിക്കരുത്. അങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കേണ്ടത് എന്നാണ്. അപ്പോഴാണ് ഈ കുഞ്ഞുനാവിൽ കുട്ടികൾ വലിയ വർത്തമാനങ്ങൾ പറയുന്നത്, നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് എന്തൊക്കെയാ പറയുന്നത്. ഇതല്ലേ ആ കുഞ്ഞും പറയുക. അതുകൊണ്ട് മക്കളുണ്ടായാൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് ഒരു തീരുമാനമെടുക്കണം. ഇനി നമ്മൾ എത്ര കാലം, 1, 2, 3 കാലം തോന്നിയതുപോലെ നമ്മൾ ജീവിച്ചു, നമുക്ക് മക്കളായി. ഇനി നമ്മുടെ വിചിത്ര സ്വഭാവങ്ങൾ പലതും മാറണം. നമ്മുടെ ബന്ധം എപ്പോഴും അച്ഛൻ അമ്മ എന്നതാണ് മുഖ്യത്വം. ഭാര്യ ഭർത്താവ് എന്നതൊക്കെ ഇനി ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഇനി നടക്കില്ല കേട്ടോ. നടക്കില്ല, ഒരിക്കലും നടക്കില്ല. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇനി വന്നു ചേരില്ല. ജീവിതത്തെ ബോധപൂർവം പുരുഷനും സ്ത്രീയും ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം. നമ്മൾ കാമുകന്മാരല്ല, അതൊക്കെ മുൻപ്. അത് കഴിഞ്ഞിട്ട് മതി മക്കളെന്നാ. നിങ്ങൾ തിരക്ക് പിടിച്ചൊരു കുഞ്ഞിനെ ഉണ്ടാക്കി അവരുടെ മുന്നിൽ മൃഗങ്ങളെക്കാളും കഷ്ടമായി ഒരിക്കലും ജീവിക്കരുത്. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ UKG ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞ് അന്ന് വീട്ടിൽ പോകുന്നില്ല. അവൾ എന്ത് ചെയ്താൽ, പെൺകുഞ്ഞാണ്, ബസ്സിൽ കയറുന്നില്ല. 1ാം നമ്പർ ബസ് പോയാലേ പിന്നെ അതിന്റെ പിന്നിലുള്ള ഈ 10-16 ബസ്സുകൾക്കും പോകാൻ പറ്റും. ഈ കുഞ്ഞ് പോണ്ടേ, ഈ കുഞ്ഞ് എന്ത് ചെയ്താൽ ഈ ബസ്സിൽ കയറില്ല. അപ്പൊ ആഴ്ചേച്ചി പാവം അത് എടുത്ത് അവിടെ നടന്ന് ഇവിടെ നടന്ന് മിഠായി കൊടുത്ത് ആ കുഞ്ഞു പറഞ്ഞേക്ക് വീട്ടിൽ പോകണ്ട, അമ്മയ്ക്കും അച്ഛനും എന്നെ ഇഷ്ടമല്ല 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 ഇഷ്ടമല്ല. ഒരു UKG പഠിക്കുന്ന ഒരു കുഞ്ഞ്, ഒരു 4.5 വയസ്സുള്ള ഒരു കുഞ്ഞ് പറയുക എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെ ഇഷ്ടമില്ല. അപ്പൊ ഈ ചേച്ചി എന്തൊക്കെയോ ചോദിച്ച് എന്തൊക്കെയോ കൊടുത്ത് അതെല്ലാം സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. പിറ്റേ ദിവസം ഞാൻ അവരോട് ചോദിച്ചു, എന്താ കുഞ്ഞ് പറഞ്ഞേ? സാർ അത് പുറത്ത് പറയാൻ കൊള്ളില്ല. എന്നാലും എന്തായിരുന്നു? അപ്പൊ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെ ഇഷ്ടമല്ല, അമ്മയും അച്ഛനും എനിക്ക് ഉമ്മ തരില്ല. പക്ഷെ അമ്മ അച്ഛനും അച്ഛൻ അമ്മയ്ക്കും ഉമ്മ കൊടുക്കുന്നത് ലൈവായി കുഞ്ഞെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിന് അച്ഛനും അമ്മയും ഇഷ്ടമല്ല. മൃഗങ്ങൾക്കുണ്ട് സുഹൃത്തെ ഒരു മര്യാദ, നമുക്കുണ്ടോ മര്യാദ? മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ യൗവനമുള്ള അച്ഛനും അമ്മയും മക്കളോടൊപ്പം കിടക്കുന്നു എന്നത് ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ നമ്മുടെ സുഖവും സൗകര്യവും നോക്കുമ്പോൾ നശിച്ചു പോകുന്നത് ഒരു തലമുറയാണ്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞ് നമ്മുടെ യൗവനം തീർന്നു കഴിഞ്ഞ മക്കളോടൊരു പ്രേമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി നമ്മളെ അവർ ഇഷ്ടപ്പെടുമെന്ന്? നമ്മൾ എന്താ അവർക്ക് വേണ്ടി ത്യജിച്ചേ? നമുക്ക് കിട്ടുന്ന ബോറടിക്കുന്ന ഇടവേളകളിൽ മക്കളോട് ചേർന്നിരുന്നത് കൊണ്ടായില്ല. നല്ല തുടുത്ത യൗവനത്തിലും മക്കൾക്ക് വേണ്ടി ഒരു അന്തരീക്ഷം ഒരുക്കണം. വീട്ടിൽ അന്തരീക്ഷം ഒരുക്കണം. അതിന് രണ്ടുപേരും കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. കാരണം ഗൃഹസ്ഥാശ്രമത്തിൽ അച്ഛൻ അമ്മ അതിനാണ് കൂടുതൽ മുഖ്യത്വം. ആ മുഖ്യത്വം നമ്മുടെ മനസ്സിൽ വേണം. അതില്ലെങ്കിൽ അതുകൂടി ഉണ്ടായാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ധർമ്മം എത്ര മഹത്തരമാണെന്നറിയും. ആ മഹത്തരമായ ധർമ്മത്തിൽ ഭംഗിയായ ജീവിതക്രമമുണ്ട്. ഈ ജീവിതക്രമം നമ്മൾ പുലർത്തുക. ഗാർഹസ്ഥ്യത്തിൻ്റെതായ സർവ്വ സുഖങ്ങളും അനുഭവിച്ചേക്കുക. പക്ഷെ കണ്ണിലെപ്പോഴും മക്കൾ ഉണ്ടായിരിക്കണം. അവർക്കാണ് പ്രാധാന്യം. അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിതത്തിൽ നിങ്ങൾ എന്തും ശരിയാക്കിയെടുക്കാവൂ. ജീവിത ചെലവ് കൂടുതലുണ്ട്, പണം ധാരാളം വേണം, ചിലവുകൾ അധികമാണ്. അതൊക്കെ ശരിയാണ്. അതേസമയം അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ കുഞ്ഞുങ്ങളിൽ സ്വഭാവ രൂപീകരണം ചെയ്യിക്കേണ്ട
നമ്മുടെ ജോലിയുടെയും പ്രൊഫഷന്റെയും ലക്ഷങ്ങളുടെയും ലോണുകളുടെയും കണക്ക് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലത്ത് ആ സംസ്കാരം രൂപീകരിക്കേണ്ട സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർക്ക് 18ഉം 20ഉം വയസ്സായി നിങ്ങൾ അവരെ സ്നേഹിക്കാൻ പോയാൽ നിങ്ങളെ അവർ വെറുക്കും സുഹൃത്തെ, ഒരു വിലയും തരില്ല. ഏത് പ്രായത്തിലാണോ ശ്രദ്ധിക്കേണ്ടത്? വിവേകാനന്ദന്റെ ഒരു വാക്കുണ്ട്, നിങ്ങൾ 7 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ എനിക്ക് താ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അവനെ തിരിച്ചു തരാം. ഇനി നിങ്ങൾ അവനെ നരകത്തിൽ അയച്ചോളൂ, അവൻ വഴിതെറ്റില്ല. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? 7 വയസ്സ് ഒരു 12-13 വയസ്സ് വരെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ കാലത്ത് നമ്മൾ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ഡിഗ്രികൾ, നമ്മുടെ ജോലി, നമ്മുടെ സ്വകാര്യത, എൻ്റെ ഗ്രൂപ്പ്, എൻ്റെ ഹൈസ്കൂൾ ഗ്രൂപ്പ്, എൻ്റെ ഡിഗ്രി ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ, ഞങ്ങളുടെ സുഖം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ മക്കളിൽ നിന്നൊന്നും ആഗ്രഹിക്കരുത്. ദയവ് അവരെങ്ങനെയെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ എല്ലാ കാപ്പട്യങ്ങളിലും പെട്ട് സർവലാസ ലഹരികളും കഴിച്ച് അവർ ഈ ലോകത്തങ്ങ് ജീവിക്കട്ടെ. രണ്ടും കൂടി നടക്കില്ല. അതുകൊണ്ട് ഒരു പഥ്യമെടുക്കണം. മക്കളുണ്ടായാൽ ജീവിതത്തിൽ ഒരു എന്താ പറയുക, സർവ്വകാര്യങ്ങളിലും ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്കൊരു പുതിയ സ്വഭാവം ഉണ്ടാക്കി പറ്റൂ. 3ാമതൊരാൾ 4ാമതൊരാൾ നമ്മുടെ കൂടെയുണ്ട്. ഇനി അവരാണ് നമ്മുടെ എല്ലാം. മനസ്സിലിരിക്കട്ടെ. ഏതായാലും അമ്മയായ കൗസല്യ ഇങ്ങനെയൊക്കെ തൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു. അമ്മയാണ് മുഖ്യം, അമ്മയെ വന്ദിക്കൂ. അച്ഛൻ്റെ ധർമ്മം, ഭാര്യാധർമ്മം, പത്നീധർമ്മം അമ്മയ്ക്ക് ഈ മകൻ ഓർമ്മിപ്പിക്കുക. പ്രത്യേകിച്ച് അച്ഛൻ രാജാവാണ്, വിഭുവാണ്, പ്രഭുവാണ്, സർവേശ്വരനാണ്, നമുക്കെല്ലാം അച്ഛനാണ് എന്നൊക്കെ ഓർമ്മിപ്പിച്ചു. ഏതായാലും അമ്മ അവസാനം തൻ്റെ കുഞ്ഞിൻ്റെ ഈ സത്യനിഷ്ഠ അമ്മയ്ക്ക് അറിയാം. ഇനി ഇതിലൊക്കെ വീണു പോവുകയാണെങ്കിൽ അങ്ങ് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. രാമ, നിന്റെ സത്യനിഷ്ഠയെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ രാമ എന്നൊക്കെ പറഞ്ഞ് സ്വസ്തി വചനങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടു. എന്തൊരമ്മയായി കൗസല്യാമ്മ എന്നൊന്ന് ഓർത്തു നോക്കൂ. എത്ര അറിവാണ് അമ്മയ്ക്ക്. അങ്ങനെ അമ്മയുടെ സമീപത്ത് നിന്ന് ശ്രീരാമഭദ്രൻ സീതാമാതാവിന്റെ സമീപത്തേക്ക് ചെന്നു. സീത അതുവരെ തൻ്റെ ഭർത്താവിനെ കാണാത്ത മുഖഭാവമാണ് അന്ന് കണ്ടത്. അങ്ങേയറ്റം വ്യസനമൊക്കെ ഉള്ളിലൊതുക്കി സർവരുടെയും വികാരങ്ങളൊക്കെ കേട്ട് അതിലൊന്നും വീണു പോകാതെ സ്ഥിരബുദ്ധിയോടെ തൻ്റെ മനസ്സിനെ നിലനിർത്തിയ രാമൻ തൻ്റെ പത്നിയുടെ അടുത്ത് പോയപ്പോൾ ലോകത്തിൽ ഇത്രയും ഒരു നല്ല ബന്ധം ഈ ലോകത്ത് വേറെയില്ല. ബാക്കി എല്ലാവരോടും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രം ലിമിറ്റേഷൻ ഇല്ല. കരയണമെങ്കിൽ കരയാം, അത് ആർക്കും കരയാം. ഭാര്യയുടെ മുന്നിൽ കരഞ്ഞതുകൊണ്ട് എൻ്റെ പുരുഷത്വം ഒന്നും നശിക്കില്ല. കാരണം നമ്മളെ നല്ല പോലെ അളന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സ്ത്രീ മനസ്സിലാക്കിയതുപോലെ പുരുഷന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പരിശുദ്ധവും സംശുദ്ധവുമായ ബന്ധം ഭാര്യ ഭർത്തൃബന്ധം തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലൊരു പ്രശ്നമുണ്ട്. ഭർത്താവിനേക്കാളും വില കാമുകന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കാമുകനാണെന്ന് മനസ്സിലാക്കണം. അത് ഭർത്താവിന് തത്തുല്യമല്ല. ഭർത്താവിന്റെ സ്ഥാനത്ത് കാമുകനെ കണ്ടാലും പ്രശ്നമാണ്. ഭർത്താവിനോട് പറയേണ്ടത് കാമുകനോട് പറഞ്ഞാൽ പ്രശ്നമാണ്. അത് റെക്കോർഡ് ചെയ്യപ്പെടും. പലരും അനുഭവിക്കുന്ന വേദന കണ്ടില്ലേ? ഒരു പ്രത്യേക വികാര വായ്പിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ, അത് ഭർത്താവിനോട് മാത്രം പറയേണ്ട, ഭാര്യയോട് മാത്രം പറയേണ്ട സ്വകാര്യതകൾ നമ്മൾ അതിനെ വിവാഹം കഴിക്കരുത്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെയും ജീവിച്ചോളൂ. പക്ഷേ ഒരിക്കലും ഭർത്താവിനേക്കാളും വില ലോകത്തിൽ കാമുകനില്ല, സുഹൃത്തിനില്ല, നമ്മുടെ ഒരു സൗഹൃദത്തിനുമില്ല. ഭാര്യയേക്കാൾ വില ഒരു സൗഹൃദത്തിനുമില്ല. അതുകൊണ്ട് ഈ ബന്ധം മാത്രം അത് തുറന്ന മനസ്സോടെ മാത്രം ജീവിക്കണം. അല്ലെങ്കിൽ ആ പണിക്ക് പോവരുത്. പെട്ടുപോയല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. സ്വയം മാറിക്കോളൂ. ലോകത്തിൽ ഒരാളെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ മാറിക്കോളൂ. നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട്, നന്നാവാൻ ഒരേ ഒരു വഴി ഭാര്യ ഭർത്താവിനെ നന്നാക്കുക എന്ന പരിപാടി നിർത്തണം. എന്നിട്ട് സ്വയം നന്നാവണം. ഭർത്താവ് ഭാര്യയെ നന്നാക്കാൻ നിൽക്കണ്ട, നിങ്ങൾ സ്വയം നന്നാവും. നിങ്ങൾ മറ്റൊരാളെ നന്നാക്കാൻ നിർത്തിയാൽ നമ്മൾ നന്നാവും. നമ്മൾ നന്നാവാൻ വേറെ ഒരു വഴിയുമില്ല.
അത് ഞാനായാലും നിങ്ങളായാലും നമ്മളായാലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്റെ ധർമ്മപത്നിയുടെ മുന്നിൽ ആ വ്യസനം മുഴുവൻ ആ മുഖത്ത് കണ്ടപ്പോൾ സീത എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ രാമൻ കാര്യകാരണങ്ങളെല്ലാം വിശദമാക്കി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വനവാസത്തിന് പോവുകയാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിന്നോട് പറയട്ടെ. ഇനിയുള്ള നിന്റെ 14 വർഷത്തെ ജീവിതം ഇങ്ങനെയായിരിക്കണം. ഒരു ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പറഞ്ഞു, ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണേ സീത. അതിനനുസരിച്ച് വേണം ഇനി ഈ രാജകൊട്ടാരത്തിൽ നീ വസിക്കാൻ. ഭരത സമീപത്ത് ഇനിമേലിൽ എൻ്റെ ഗുണങ്ങളൊന്നും പറയരുത്. ഒന്നാമത്തെ സത്യം. ഭരതന്റെ അടുത്ത് പോയിട്ട് നമ്മളുണ്ടല്ലോ, ഈ അനിയന്റെ അടുത്ത് പോയിട്ട് ചേട്ടന്റെ ഗുണമൊക്കെ പറയാം. പക്ഷെ ഭരതൻ രാജാവാണ്. അതുകൊണ്ട് തന്നെ ഐശ്വര്യ സമൃദ്ധിയാർന്ന ഒരുവൻ മറ്റൊരാളുടെ, അതായത് പരന്റെ സ്തുതി അവന് സഹിക്കില്ല. ഇപ്പൊ സർവ്വ ഐശ്വര്യങ്ങളും അധികാരവും അവന് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും എൻ്റെ കാര്യം പറയരുത്. പരസ്തുതി അവർ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുടെ അടുത്ത് അതേ നിലവാരത്തിലോ അല്ലാത്തതോ ആയ ആളുകളുടെ കാര്യം പോയി പറയരുത്. നിങ്ങളുടെ ഒരു കാര്യം നടത്തി തരില്ല കേട്ടോ. അതുകൊണ്ട് പരന്മാരെ സ്തുതിക്കൊന്നും വേണ്ട, അവരെ വേണമെങ്കിൽ സ്തുതിച്ചോളൂ. അതുകൊണ്ട് രാമൻ പറഞ്ഞു, ഭരതന്റെ അഭിപ്രായ ഗതിക്കനുസരിച്ച് നീ ജീവിക്കണം. ഇനി മുതൽ ഭരതൻ നിനക്ക് കേവലം അനുജൻ മാത്രമല്ല, നമ്മുടെ വംശത്തിന്റെ നാഥൻ കൂടിയാണ് അവൻ. ഈ വിചാരം മനസ്സിൽ എപ്പോഴും വേണം. യുവരാജാവിനെ വെറുപ്പിക്കാതിരുന്നാൽ മാത്രം പോരാ, അത് നമ്മൾ പഠിച്ചോളൂ. നമ്മൾ ഒരു കൂട്ടുകുടുംബത്തിലോ ഒന്നിലധികം പേര് ഉള്ള ഒരു വീട്ടിലോ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ വെറുപ്പിക്കാതിരുന്നാൽ മാത്രം പോരാ, പ്രസാദിപ്പിക്കുക കൂടി വേണം കേട്ടോ. ഞാൻ എൻ്റെ ഭർത്താവിന്റെ കാര്യം നോക്കിയാൽ പോരെ, ഞാൻ നിന്നെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം നോക്കണേ. അയ്യോ സുഹൃത്തെ, നമ്മളൊരു കുടുംബമാണ്, നമ്മളൊരു കുടുംബമാണ്. അതുകൊണ്ട് മറ്റൊരാളെ വെറുപ്പിക്കാതിരിക്കാൻ മാത്രമല്ല, നമ്മൾ അവരെ പ്രസാദിപ്പിക്കുക കൂടി വേണം. കാരണം ഇന്നത്തെ കാലത്ത് ഈ ഒരു എക്സർസൈസ് കൂടി നമ്മൾ ചെയ്യണം. നിങ്ങളൊരു ഓഫീസിൽ പോയാൽ അങ്ങനെയല്ലേ, നമ്മളൊരു ജോലി ചെയ്താൽ മാത്രം പോരാ, ഞാൻ ഇന്ന ജോലി ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ഇന്ന് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഞാൻ ഇത്ര സിലബസ് എടുത്തു തീർത്തു എന്ന് പ്രിൻസിപ്പാളിനോട് പറയണ്ടേ, അല്ലെങ്കിൽ HOD പറയണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സെക്ഷൻ ഹെഡിനോട് പറയണ്ടേ? പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹയർ ആരാണോ അവർക്ക് അന്നത്തെ മുഴുവൻ വർക്കും ചെയ്ത് അതൊക്കെ ചെയ്തു കഴിഞ്ഞു പോരാ. നിങ്ങൾ അവർക്ക് ആ പ്രൊജക്ട് റിപ്പോർട്ട്, അന്നത്തെ നമ്മുടെ എന്തായിരുന്നു ടാർഗറ്റ്, ആ ടാർഗറ്റ് കൊടുക്കണ്ടേ? ഇതെല്ലാം മേഖലയിലും നടക്കുന്നില്ലേ? നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്തുകൂടാ? വെറുപ്പിക്കുക മാത്രമല്ല, മറിച്ച് പ്രസാദിപ്പിക്കുക കൂടി വേണം. തുടർന്ന് രാമൻ ഇനി വൈയക്തിക ചര്യ എങ്ങനെ വേണം ഭാര്യയുടെ എന്ന് സീതയോട് പറയാണ്. ദേവി എപ്പോഴും സ്ഥിരബുദ്ധിയോടുകൂടി ഇരിക്കണം. ബുദ്ധി അസ്ഥിരമാകരുത്, സ്ഥിരബുദ്ധിയോടുകൂടി ഇരിക്കണം. വ്രതം, നോൻപ്, ഇങ്ങനെ 14 വർഷക്കാലം മനസ്സ് സുസ്ഥിരമാക്കി ജീവിക്കണം. അച്ഛനെയും അമ്മയെയും വണങ്ങണം. ധർമ്മം തെറ്റാതെ രണ്ടുപേരെയും നീ ശുശ്രൂഷിക്കണം. മറ്റെല്ലാ അമ്മമാര് 10, 200, 300 എണ്ണണ്ടേ രാമനെ അവരുടെ കാര്യമൊക്കെ നോക്കിയത്. രാമന്റെ ഒരു കേമത്തരം നോക്കൂ. നമുക്ക് ഉള്ള ഒരു അമ്മയെ നോക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് ഈ 350 എണ്ണത്തിനെ നോക്കണത്. സീതയോട് ഒറ്റയ്ക്ക് ആ എല്ലാ അമ്മമാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യഥാവിധി അവർക്ക് എന്തു വേണോ അത് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അവരുടെ ഒരു കൃതജ്ഞതയുണ്ടാകും നമുക്ക്. അതൊരു നോട്ടത്തിൽ, അതൊരു ചിന്തയിൽ, ആ കൃതജ്ഞത മതി. അറിയാതെ മനസ്സൊന്ന് വേവലാതിപ്പെട്ട് അവരുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഇനി ഏത് സൗഭാഗ്യവും അനുഭവിക്കാൻ നമുക്ക് യോഗമുണ്ടാവില്ല. പ്രകൃതി സത്യമാണെങ്കിൽ നമ്മളത് അനുഭവിക്കും, അത് മറ്റൊരാളിൽ നിന്ന്. അതുകൊണ്ട് അച്ഛനമ്മമാരോടുള്ള ശുശ്രൂഷയിൽ മക്കൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. നമ്മൾ അവരുടെ ജാതകമൊന്നും നോക്കണ്ട, അവരെന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. അവരുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഉണ്ടായത്. നമുക്ക് ഈ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയുമാണ്. അവരുടെ വ്യക്തിത്വമോ അവരുടെ ബയോഡാറ്റയോ അവരുടെ ജാതകമൊന്നും നോക്കാൻ നമുക്ക് അധികാരമില്ല. നമുക്ക് ആകെ അധികാരമുള്ളത് അവരെ ശുശ്രൂഷിക്കുക എന്നതാണ്. അത് നമ്മൾ ചെയ്യണം. അവർ മരണപ്പെടുന്നത് വരെ അവരുടെ മനസ്സ് ഒരിക്കലും ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാതെ ആ കൃതജ്ഞത മതി, ആ വിചാരം മതി ജീവിതത്തിൽ നമ്മൾ പച്ച പിടിക്കാൻ. അതുകൊണ്ട് മറ്റുള്ള അമ്മമാരെയും പ്രതിദിനം നീ വന്ദിക്കണം. അവരെല്ലാം
എന്നെ വാത്സല്യത്തോടു കൂടി വളർത്തിയവരാണ്, അവരൊക്കെ കൂടി എന്നെ വളർത്തിയത്. അതുകൊണ്ട് സീതേ, എനിക്ക് പ്രാണാധിക പ്രിയന്മാരാണ് എൻ്റെ സഹോദരന്മാർ ഭരതനും ശത്രുഘ്നനും ഒക്കെ. അതുകൊണ്ട് അവരെ നീ എപ്പോഴും ശ്രദ്ധിക്കണം. ഭരതൻ ഒരിക്കലും നീ അപ്രിയം ചെയ്യരുത്. അവൻ രാജാവും നാടിനും വംശത്തിനും എപ്പോഴും നേതാവാണെന്ന കാര്യം നീ മറക്കരുത്. രാജസേവ വലിയ വിഷമം പിടിച്ച പണിയാണ് സീത. അനിഷ്ടം ചെയ്താൽ പോലും രാജാക്കന്മാർ പുത്രന്മാരെ ഉപേക്ഷിച്ചിട്ടുണ്ട്. വലിയ കഷ്ടമാണ്. ഈ മേലധികാരികളെ സന്തോഷിപ്പിക്കൽ എപ്പോഴും കഷ്ടമാണ്. ഇന്നലെ നമുക്ക് അപ്രീസിയേഷൻ ഒക്കെ കിട്ടി, ഇന്ന് ചെന്നാണ്ടല്ലോ ആ മുഖല്ല കാണുക. ഇതൊരു കഷ്ടാന്നറിയോ? ഏറ്റവും കഷ്ടം പിടിച്ച ഒരു പണിയുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ HR ഡിപ്പാർട്ട്മെന്റിലെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമായിരിക്കും. തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സുഖം. HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ 2 ഭാര്യമാരുള്ള ഭർത്താവിന്റെ സ്ഥിതിയാണ്. ഒരാളെ സന്തോഷിപ്പിച്ച അടുത്ത ആൾക്ക് പ്രശ്നമാവും, അടുത്ത ആളെ സന്തോഷിപ്പിച്ച അപ്പുറത്തെ ആൾക്ക് പ്രശ്നമാവും. ഇത് 2 പേരെയും കൂടി സന്തോഷിപ്പിക്കാൻ വലിയ കഷ്ടം. എന്റെ മാനേജ്മെന്റിനെ മാത്രം സന്തോഷിച്ചാൽ പോരാ, തൊഴിലാളികളെയും സന്തോഷിപ്പിക്കേണ്ടത് HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. അവിടെയും സന്തോഷിപ്പിക്കണം, ഇവിടെയും സന്തോഷിപ്പിക്കണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് ഇദ്ദേഹമാണ്. അവിടുത്തെ പ്രശ്നങ്ങളില്ലാതെ തന്നെ അവിടെയും പറഞ്ഞ് ബോധിപ്പിക്കണം. അവർ തരുന്ന ടാർഗറ്റ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇവർ തല്ലുകൂടുമ്പോൾ ഇവരെ സന്തോഷിപ്പിക്കണം. ചില ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കണം. ഇങ്ങനെ ഇവരെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന 2 ഭാര്യമാരുള്ള ഭർത്താവിന്റെ സ്ഥിതിയാണ് ഒരു HR മാനേജർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഓർക്കൂ, എൻ്റെ ഭാര്യയും ഭർത്താവും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിനിസ്ട്രേറ്ററോ HR ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തലയ്ക്ക് പിരിപിടിച്ചിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. അതൊന്ന് ഓർക്കണേ. കാരണം അത്ര കഷ്ടമാണ് അത്. ഇന്നത്തെ കാലം വലിയ കഷ്ടം. അതുകൊണ്ട് രാജസേവ വളരെ വിഷമമേറിയതാണ്. അനിഷ്ടം ചെയ്താൽ പോലും സ്വന്തം പുത്രന്മാരാണെങ്കിൽ പോലും പരിത്യജിക്കും സീത. കാരണം പൂർവികനാണ്, രാമന്റെ പൂർവികനാണ് സകരൻ. സകരന് ഒരു പുത്രനുണ്ട്, അസമഞ്ജസൻ. കേട്ടിട്ടുണ്ടോ? അസമഞ്ജസനെ ഈ രാജാവ് തന്നെ വീട്ടിൽ നിന്ന് ഓടിച്ചു. അത്ര ശല്യമായി ഇവനെ കൊണ്ട്. നന്നാവുന്ന വിചാരിച്ചുകൊണ്ട് ഒരു വിവാഹവും കഴിപ്പിച്ചു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി, അംശുമാനെ കിട്ടി. പക്ഷെ അസമഞ്ജൻ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ബാലലീല എന്താണെന്നറിയോ? ഇത്ര വികൃതിയുള്ള കുഞ്ഞ് ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന് വികൃതി ഉണ്ടെന്ന് തോന്നിയാൽ അസമഞ്ജനെ ഒന്ന് ഓർക്കുക. അസമഞ്ജൻ ഈ സരയൂ നദിയുടെ സമീപത്ത് കുഞ്ഞുങ്ങളോടൊപ്പം കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ എടുത്ത് ആ നദിയിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് ഇവ ശ്വാസം കിട്ടാതെ വെള്ളം ഇങ്ങനെ മുങ്ങിത്തുടിക്കുന്നുണ്ട്, കൈകൊട്ടിച്ചിരിക്കും. എങ്ങനെയുണ്ട്? ഇതാ വികൃതി. ഇതാണ് അവന്റെ നിസാര നേരം പോക്കുകൾ. അവസാനം ജനങ്ങളെല്ലാം ഒരു ഒപ്പുശേഖരണം നടത്തിയിട്ട് രാജാവിനോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെയും പിടിച്ച് ഇവിടെ ഇരിക്കുക, ഞങ്ങളൊക്കെ വേറെ നാട്ടിൽ പോവാണ്, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഈ നാട്ടിൽ നിർത്താൻ പറ്റില്ല. നന്നാക്കാൻ വിവാഹം കഴിച്ചു. അവസാനം ഇവൻ നന്നാവണം പറ്റില്ല. ഭാര്യയെയും അദ്ദേഹത്തെയും കൊച്ചുമകനെ രാജാവ് സകരൻ അവിടെ ഇരുത്തി. എന്നിട്ട് ഭാര്യയെയും ആ കുഞ്ഞിനെയും മകനെയും ചേർത്ത് അവിടുന്ന് വിട്ടു. പൊക്കോളാൻ പറഞ്ഞു. രാജ്യത്ത് നിന്ന് ഓടിച്ചു സകര മഹാരാജാവ് തന്റെ പുത്രനായ അസമഞ്ജനെ. പറഞ്ഞു വിടുന്നത് വാൽമീകി പറയുന്നുണ്ട്, ഒരു കൊട്ട, കൈക്കോട്ട്, വാക്കത്തിയൊക്കെ കൊടുത്തിട്ട് കൂലിവേല ചെയ്ത് ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചതിന് മേലിൽ ഇവിടേക്ക് വരരുത്. അന്നുണ്ട് ഈ ഗുണ്ടാ ലിസ്റ്റിലൊക്കെ ആക്കി നഗരം കടത്തുക, അന്നുണ്ട് ഇതുപോലത്തെ ക്രിയ. അതുകൊണ്ട് രാജസേവയൊക്കെ വലിയ കഷ്ടമാണ്, നീ മനസ്സിലാക്കൂ. അതുകൊണ്ട് സീതെ, ദൃഢമായ സത്യവ്രതത്തോടുകൂടി ഒരു അധർമ്മത്തിനും നീ അടിമപ്പെടാതെ. നമുക്ക് മനുഷ്യ മനസ്സിന്റെ സങ്കീർണത അത് വലിയ കഷ്ടമാണ്. എപ്പോ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും അടിമപ്പെട്ടു പോകാം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നീ കേട്ട് അതിനനുസരിച്ച് ജീവിക്കൂ. ഞാൻ പോട്ടെ, 14 വർഷം കഴിഞ്ഞിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ. വി വിൽ മീറ്റ് അഗെയിൻ 13 or 14 years. ടിൽ ദെൻ നമസ്തേ എന്ന് പറഞ്ഞ് ഭർത്താവ് ഇറങ്ങാൻ പോവാണ്.